ഹലോ ഗൈസ്, ഇന്ന് ജൂലൈ 5. ഇന്ന് നമ്മുടെ ലച്ചൂസിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നു. ആദ്യം നമ്മൾ ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഓർത്തു ഷാരോൺ ചേട്ടൻ ഒരു ഷെഫാണ് ഗൈസ്, ഇന്നും തന്നെ നമ്മൾ മേടിക്കണം, നമ്മൾ എല്ലാവരും കൂടി കൂടുന്നു ഉണ്ടാക്കുന്നു എന്ന് പെട്ടെന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഞങ്ങൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ആവശ്യത്തിനും അനാവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി പെറുക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാർക്കറ്റിൽ കിടന്ന് കുറേ നേരം കറങ്ങിയെങ്കിലും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് വെക്കാൻ ചിക്കനൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രോഗ്രാം ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ അതും വെക്കുന്ന തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അതിന് വേണ്ട ഗ്രാമ്പു കറുവപ്പട്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഷാരോൺ ചേട്ടൻ നല്ല സ്പീഡിലാണ് സവാളയും കാര്യങ്ങളൊക്കെ അരിയുന്നത്, കാരണം ഷെഫാണല്ലോ. പിന്നെ വസന്ത് വന്നിട്ട് അതിന് മസാല ഇടാൻ, ഞാൻ അതിന് ഉപ്പിടാന്നൊക്കെ പറഞ്ഞ് വന്നു. ഉപ്പും കാര്യങ്ങളൊക്കെ ഷാരോൺ ചേട്ടൻ ഇട്ടെന്ന് അതെല്ലാം ഇട്ട് തന്നു. പിന്നെ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ മുളകരിയുക. അപ്പോൾ ജോഷി കയറുന്നിട്ട് ഞാൻ ഇങ്ങനെ എടുത്തെറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു സ്പീഡിൽ. അപ്പം ഞാൻ ജോഷി എടുത്തുനിന്ന് ചാടി നിൽക്കാൻ, അതാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ നമ്മൾ സാലഡിനുള്ള തക്കാളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചു. അപ്പോഴത്തേക്കും ബർത്ത്ഡേ ഗേൾ എത്തി. ഇന്നത്തെ ദിവസം ലച്ചുവിന് എന്തെന്നില്ലാത്തൊരു നാണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും ജോഷി പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി അകത്ത് നമുക്ക് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം പുറത്ത് കളി. പിന്നെ വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അമ്മ അരി ഇട്ടു, സവോളയൊക്കെ വരട്ടി. അങ്ങനെ പണികളൊക്കെ തുടങ്ങി. ജോഷിയാണെങ്കിൽ വെറുതെ അവിടെ അരിഞ്ഞു വെച്ച പച്ചക്കറി എടുത്ത് പാത്രത്തിലിടുന്നു, അത് വെറുതെ അവിടെ പോയി ഇളക്കുന്നു. അങ്ങനെ എന്തെല്ലോ പരിപാടികൾ. നമ്മൾ ആദ്യം ബിരിയാണി പുറത്തുനിന്ന് മേടിക്കാം, നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരെല്ലാം പറഞ്ഞത് നമുക്ക് ഉണ്ടാക്കാം, നമ്മളെല്ലാവരും ഇല്ലേ, എല്ലാവരും കൂടുമ്പോൾ അതൊരു രസമല്ലേ, ഇന്ന് ഞായറാഴ്ചയല്ലേ, ജോലിയൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരോടും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് അതൊക്കെ ഭയങ്കര രസമാണ്. രസം എന്ന് പറഞ്ഞാൽ പിന്നീട് ഓർക്കാനുള്ള നല്ലൊരു മെമ്മറീസാണ് അതെല്ലാം. അരിഞ്ഞതും ഉണ്ടാക്കിയതും എല്ലാം ഷാരോൺ ചേട്ടനാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ കയറി നിന്നിട്ട് കത്തി എടുക്കുന്നു, ചുമ്മാ സവാളക്കിട്ട് കുത്തുന്നു, എന്തെല്ലോ കാണിക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളിതെല്ലാം ഒന്ന് സെറ്റായി വരുന്നിടം വരെ പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു വന്നപ്പോഴത്തേക്കും ബിരിയാണിയായി ഗൈസ്. അങ്ങനെ ബിരിയാണി ദമ്മടിച്ച് വെച്ച് ചിക്കൻ കറിക്കുള്ള സവാള ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളതിനകത്ത് ആവശ്യത്തിനേറെ സാധനങ്ങളും അതും ഇതെല്ലാം വാരി വലിച്ചിട്ടിട്ട് മല്ലിയില എല്ലാം കൂടെ കുത്തിപ്പൊട്ടിച്ചിട്ട് ചിക്കൻ അപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. ലച്ചുവിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഡ്രോയിങ് ബുക്ക്. കട്ടപ്പനച്ചേട്ടനാണെങ്കിൽ അത് കിട്ടിയപ്പോൾ തന്നെ എന്തെങ്കിലും വരയ്ക്കണം. ആകെ കാണാണ്ട് വരയ്ക്കാൻ അറിയാവുന്ന ഒരു സാധനം മിക്കി മൗസാണ്. അത് ഇത് പാതിരാത്രിക്കും വരയ്ക്കുകയും ചെയ്യും. അപ്പോഴാണ് നമ്മൾ കേക്കിൻ്റെ കാര്യം ഓർത്തേ. അങ്ങനെ നമ്മൾ ആനന്ദമ്മയാണ് കേക്ക് ഉണ്ടാക്കി തന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ വന്നു. ഒരു 2-2:30യോട് കൂടി നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. ലച്ചുവിനാണെങ്കിൽ ഭയങ്കര നാണം. എല്ലാവരും കൂടി നിൽക്കുന്നു, ലച്ചുവിനെ നോക്കി ഹാപ്പി ബർത്ത്ഡേ പാടുന്നു. ഫുൾ ഔട്ടായിപ്പോയി ലച്ചു. പിന്നെ ലച്ചു കേക്ക് ആദ്യത്തെ തവണ കേക്ക് കൊടുത്തപ്പോൾ മാത്രം മേടിച്ചു. പിന്നെ വേറെ ആരും കൊടുത്തപ്പോൾ ലച്ചുവിന് നാണം കൊണ്ട് വയ്യ. നീ അങ്ങോട്ട് പോക്കോ, നിനക്ക് വീഡിയോ എടുത്ത് അടിപൊളിയാക്കി തരും തന്നെ ജോഷി ചേട്ടൻ. കുഴപ്പമില്ലാത്ത പോലെ അല്ല, നന്നായിട്ട് തന്നെ വീഡിയോ എടുത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ദമ്മൊന്ന് പൊട്ടിക്കേണ്ടി. അപ്പോഴത്തേക്ക് സമയം ഏകദേശം 3-3:30 ആയിട്ടുണ്ട്. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്ന് അത് തിരിച്ചു പോകാനായിരുന്നു. പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞു. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡിൽ എങ്ങനെ ഇരുന്ന് വർത്താനം പറയാം എന്നാണ് അവർ കാണിക്കുന്നത്. ലിച്ചുവിന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മുതല, ഒരു തത്ത, ഒരു ഉടുപ്പ്, അങ്ങനെ ദമ്മ് പൊട്ടിച്ചു ഗൈസ്. അപ്പോൾ പൊട്ടിച്ചപ്പോൾ നല്ലൊരു മണം വന്ന്. അങ്ങനെ നമ്മൾ അത്രയും നേരം വിശപ്പൊക്കെ ഇങ്ങനെ പിടിച്ച് നിന്ന് നമ്മളത് പൊട്ടിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ദമ്മും പൊട്ടിച്ച് ബിരിയാണി എടുത്ത് എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും പറഞ്ഞു ഗൈസ് അടിപൊളി ബിരിയാണി ആയിരുന്നു. ഷാരോൺ ചേട്ടനാണ് ഉണ്ടാക്കിയത്. ഷാരോൺ ചേട്ടൻ ഒരു ഷെഫാണ്. അങ്ങനെ ലച്ചുവിന് 3 വയസ്സായി എന്നുള്ള കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറക്കണ്ട, ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു ഷെയർ. ഓക്കെ, ബൈ.